ശിവാനി നിന്നെ വിട്ടകലാൻ പോവുകയാ. ഇത് കുറെ നേരം ഞാൻ കേട്ടോണ്ടിരിക്കുക. ശിവാനിയെ പറ്റി മാത്രം സംസാരിക്കുന്നത് എന്താ? അവൾ ആരാ നിങ്ങൾക്ക് ശരിക്കും അറിയോ? അവൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, പക്ഷെ ആ സ്നേഹം കുറച്ചു കാലത്തേക്ക് മാത്രമാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിനക്കിന്ന് തന്നെ അതൊക്കെ മനസ്സിലാവും. ഞാൻ കാണുന്നത് നിന്റെ ഭാവിയാ. ഞാൻ കാണുന്നത് നിന്റെ ഭാവിയാ. ശിവാനിയെ നിനക്ക് നഷ്ടപ്പെടുമെന്നുറപ്പാ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയും വേണം. ഞാൻ എന്താ പൊട്ടനാ നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കും. നിന്നിലുള്ള സ്നേഹം ഒന്നുമല്ലാതായി മാറും. അത് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അപ്പോ നീ തന്നെ എന്നെ തിരഞ്ഞിവിടേക്ക് വരും. ഹായ് മാഡം, എന്ത് പറ്റി? നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? അതിപ്പോ അറിഞ്ഞിട്ട് എന്തിനാ? എല്ലാ കാര്യം നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതും കറക്റ്റ് തന്നെയാ. ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കണം. അത് തന്നെയല്ലേ പവിത്രമായ പ്രണയം. നീ ഇനി ഇത് വിട്ടില്ലേ? നീ ഇങ്ങനെ ചെയ്തെന്ന് ത്രിവിക്രം അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വീണ്ടും പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ആ പേടി എനിക്കില്ല മാഡം. എന്താണെന്നറിയോ, എന്നെ രക്ഷിക്കാനിപ്പോ ഇയാളുണ്ടല്ലോ. എന്നുവെച്ചാ കാര്യം എന്നോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മനസ്സിൽ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാഗകർണിക പുഷ്പം കണ്ടില്ലേ കണ്ടില്ലേ? ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ മാഡം? നിങ്ങളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള ഫോർമുല എന്റെ അടുത്തുണ്ട്. അതിലുള്ള ഒന്നാണ് ഇതും. സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിക്കും. മാഡം, ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവല്ലേ ഇപ്പൊ കണ്ണിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നിട്ടും വാങ്ങാൻ വേണ്ടി അത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? ചുമ്മാ വാങ്ങിക്കുന്നേ. ഓ, വാങ്ങിക്കാം. പക്ഷെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാ വേറെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, ഓരോന്ന് ഊഹിക്കാനും നിൽക്കണ്ട. ആയിക്കോട്ടെ, വാങ്ങിക്കേ. നിനക്കിത് എവിടുന്ന കിട്ടിയത്? ആരാ തന്നത്? ഇത്ര പെട്ടെന്ന് കിട്ടിയോ? അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? മാഡം, ഇവിടുന്ന് ഇഷ്ടപ്പെട്ട് വേണോന്ന് പറഞ്ഞ ഹനുമാനെ പോലെ മല തന്നെ പിഴുതു കൊണ്ടുവരും ഞാൻ. എനിക്ക് ഈ ഒരു പൂ കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടായാലും കൊണ്ടു കൊടുക്കണമെന്നാ. നോക്ക്, ഞാൻ ഈ പൂവ് വാങ്ങുന്നതിന് മുമ്പേ വെറുതെ ഓരോ ഊഹിച്ച് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഈ പൂവ് വേണ്ട. ഏയ് മാഡം, ഒരു പ്രാവശ്യം തന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ചു മേടിക്കില്ല. എനിക്ക് അറിയായിരുന്നു നീ ഇതൊക്കെ തന്നെ പറയൂന്ന്. എന്നെ പറഞ്ഞാ മതിയല്ലോ. അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ വാങ്ങിച്ചത്? അതെന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അല്ല, പരിഗണന കൊണ്ടാ. നീ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് പരിഗണിക്കാന്ന് വെച്ചതാ. കറക്റ്റാ. ആ ഒരു തോന്നല് ആരോടാ തോന്നാറ്? നമുക്ക് വേണ്ടപ്പെട്ട ആരോട് വേണമെങ്കിലും തോന്നാലോ. കണ്ടില്ലേ കണ്ടില്ലേ മാഡം, ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഒരു ദിവസം എന്നോട് ഇഷ്ടം തോന്നുമെന്ന്. വല്ലാതെ എന്നോട് അടുക്കുമെന്നൊക്കെ. എത്ര വേഗം സംഭവിച്ചല്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് നീ വേണ്ടപ്പെട്ട ഒരാളാണെന്നാ, അല്ലാതെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നല്ല. ഇനി ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഈ പൂ ഞാൻ നശിപ്പിച്ചു കളി പറഞ്ഞേക്കാം. ഓ, പൂ നശിപ്പിച്ചു കളയോ? ചെയ് നോക്കട്ടെ. എറിയുന്നേ. കണ്ടില്ലേ, അതറിയാൻ മനസ്സ് വരുന്നില്ല. എന്താണെന്നറിയോ, ആ മനസ്സിൽ ഞാനുണ്ട്. ആ സ്നേഹം ഇയാളെ തടുത്തു നിർത്തുന്നേ. നോക്ക് തൃശൂൽ, ഞാൻ ഈ പൂവ് നശിപ്പിച്ചു കളയാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ പൂവ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് നോക്ക്, ആ പ്രാവിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? വെറുതെ ഒരു നിങ്ങളെ പറഞ്ഞോണ്ടിരിക്കാൻ. ഇപ്പൊ എന്ത് വേണമെങ്കിലും ഇയാൾ പറഞ്ഞോ. പക്ഷേ എന്റെ ശ്രമങ്ങൾ എന്തായാലും സക്സസ് ആവുന്നുണ്ട്. അക്കാര്യം എന്തായാലും സത്യം. മാഡം,
ഇയാൾക്ക് എന്നോട് തീവ്രമായി തന്നെ പ്രണയം തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം ഞാൻ. എന്റെ ഈശ്വര, എന്തൊരു ഉത്തരവാദിത്തം നോക്കണം എനിക്ക്. ഒരു വീട്ടില് രണ്ടാളും പെൺകുട്ടികളാണെങ്കിൽ കൺമണിയെ പോലെ കാണണം. ഓ, രണ്ടാളും ആരാണെന്നാണോ ആലോചിക്കുന്നത്? ഒന്ന് ഇയാള്, പിന്നൊരാളീ സുന്ദരി. സുന്ദരി ബൈ, പോകട്ടെ. ടാറ്റാ. വരട്ടെ മാഡം. ശിവാനി തൃശ്ശൂരിന്റെ കൂടെ ജീവിക്കുമെന്ന് അവര് പരസ്പരം കാണാറ് പോലുമില്ല. അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ആ സ്ത്രീ പറഞ്ഞ പോലെ ശിവാനിയും തൃശ്ശൂരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും. ബിക്കോസ് തൃശ്ശൂരാണ് ശിവാനിനെ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ശിവാനി യാദൃശ്യമായിട്ട് കണ്ടതാണോ അതോ അവരിനി പ്ലാൻ ചെയ്ത് മീറ്റ് ചെയ്താണോ? എന്റെ മനസ്സിൽ വെറുതെ നെഗറ്റീവ് ചിന്തകൾ മാത്രമല്ല വരുന്നത്. വെറുതെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കാതെ അവര് രണ്ടുപേരോട് ഇത് പോയി ചോദിച്ചാൽ മതിയല്ലോ. അപ്പം മനസ്സിലാവും. എന്റെ മനസ്സ് ഫ്രീ ആവുകയും ചെയ്യും. ഫോൺ ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് കണ്ടു തന്നെ ചോദിക്കാം. ഹായ് ശിവാനി. ഹായ്. ശിവാനി, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. താനും തന്നെ മൈൻഡ് പോലും ചെയ്യാതെ ആ പൂവിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ അത്? ഇത് പൂവ്. ഹേയ്, ഇത് നാഗാർണിക പുഷ്പമല്ലേ? തന്റെ ഫേവറേറ്റ്. എത്ര വർഷത്തിന് ശേഷം എന്നറിയോ എനിക്ക് പൂവ് കിട്ടുന്നത്. എനിക്കിപ്പോ എന്ത് സന്തോഷം അറിയോ ത്രിവിക്രം. വാവ്, റിയലി നൈസ്. ഇത് ഞാൻ തനിക്ക് തരണമെന്ന് വിചാരിച്ചിരുന്ന. എന്തായാലും തനിക്ക് അതിന് മുമ്പ് കിട്ടിയല്ലോ. എവിടുന്നാ മേടിച്ചേ? മാർക്കറ്റിൽ നിന്നാണോ? അല്ല, ഇത് അത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന പൂവല്ല. ഇത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടൂ. ആ പിന്നെ അന്ന് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ, ആ സ്ഥലത്ത് മാത്രമേ കിട്ടൂ. ഓ, താൻ പിന്നെ അവിടെ പോയിരുന്നോ? ഒറ്റയ്ക്ക് അത്രയും ദൂരം പോയിരുന്നോ? എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ ഇല്ല, ഞാൻ പോയതല്ല. പിന്നെ തൃശ്ശൂര് കൊണ്ടു തന്നതാ. തൃശ്ശൂരിലോ? നമ്മളൊന്ന് പോയിരുന്നില്ലേ, ആ സമയത്ത് അവൻ എടുത്തു വെച്ചതാന്ന് തോന്നുന്നു. ഇന്ന് എനിക്ക് കൊണ്ടു തന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതെന്തെന്നറിയില്ല ത്രിവിക്രം. എനിക്ക് എത്ര തന്നെ ദേഷ്യം ഉണ്ടായാലും എത്ര സങ്കടം ഉണ്ടായാലും ഈ പൂവ് കാണുമ്പോ തന്നെ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവും. ആരോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് എന്റെ സ്വന്തമായിട്ട് തോന്നും. അപ്പോ ആ സ്ത്രീ പറഞ്ഞു ശരിയാ. ശിവാനിയുടെ മനസ്സിൽ തൃശ്ശൂരിനോടൊരു ചായവുണ്ട്. അപ്പൊ ശിവാനി എന്നെ വിട്ട് പോവോ? ഇല്ല, ശിവാനി ഒരു കാരണവശാലും എന്നിൽ നിന്ന് അകലാൻ പാടില്ല. ത്രിവിക്രം, ത്രിവിക്രം എന്തായി കാണിക്കുന്നേ? ത്രിവിക്രം പ്ലീസ് അത് നശിപ്പിക്കല്ലേ. ത്രിവിക്രം പ്ലീസ്, വേണ്ട ത്രിവിക്രം. ത്രിവിക്രം നിർത്ത്. ത്രിവിക്രം പ്ലീസ്, ത്രിവിക്രം. എന്തിനിങ്ങനെ ചെയ്തത്? ആ പൂ എന്തിനാ നശിപ്പിച്ച കളഞ്ഞത്? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂവല്ലേ അത്. നോക്ക് ശിവാനി, നിന്റെ ഇഷ്ടങ്ങൾ പറഞ്ഞാൽ മതി. എത്ര കഷ്ടപ്പെട്ടാലും സാധിച്ചു തരും. ഒരിക്കലും ഇല്ലാന്ന് ഞാൻ പറയില്ല. നിന്റെ ആഗ്രഹം, സന്തോഷം എന്തായാലും ശരി, അതൊക്കെ സാധിച്ചു തരാൻ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്.
അതല്ലാതെ മറ്റൊരുത്തൻ തരുന്ന എന്തെങ്കിലും വാങ്ങിച്ചാ? അതല്ല ത്രിവിക്രം, ഇത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനും എനിക്ക് പറ്റില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. ഇത് ലാസ്റ്റാ. ഇനി നീ ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മുതലാളി, മുതലാളി, ഇതാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നന്ദീശ, ഞാൻ വേറൊരു ടെൻഷനിലേപ്പോ. ഇതൊന്നും ഇപ്പൊ എന്റെ തലയിൽ കേറില്ല. എന്തായാലും മുതലാളി ഈ മെസ്സേജ് ഒന്ന് നോക്കിയേ പറ്റൂ. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടറാ. ആരാ? മരിച്ചുപോയ സാമ്പന്റെ മെസ്സേജോ? അതെ മുതലാളി, നോക്ക്, ഡോക്ടറുടെ നമ്പർ അത്. ഇതൊരു വീഡിയോ മെസ്സേജ് ആണല്ലോ അയച്ചിരിക്കുന്നത്. ദിഗ്വിജയ്, ഈ സത്യങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ അതിന് സംഭവിച്ചില്ലെങ്കിൽ ഈ വീഡിയോ സത്യങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരും. 3 ദിവസം കണ്ടിന്യൂസ് ആയി എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയാൽ ഈ മെസ്സേജ് ഓട്ടോമാറ്റിക്കായി നിനക്ക് വന്നു ചേരും. അപ്പോൾ ഈ മെസ്സേജ് നിനക്ക് ലഭിക്കുകയും ചെയ്യും. ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. ഈ വീഡിയോ അയക്കുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ആ നാഗരാണി എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അവൾ എന്നെ കൊന്നുകളഞ്ഞേക്കാം. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിന്നോട് പറയാൻ വേണ്ടി വെച്ചിരുന്ന സത്യം എന്നോട് കൂടി ഇല്ലാതെയാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ വീഡിയോ അയക്കുന്നത്. മുതലാളി, ഡോക്ടർ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവാതിരിക്കുന്നേ, ഞാനിത് മുഴുവനൊന്ന് കാണട്ടെ. നീ അറിയാനായിട്ടുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് ദിഗ്വിജയ്. ആ സത്യങ്ങൾ ഭദ്രമായി ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതിരിക്കുന്ന സ്ഥലം, എനിക്ക് വേണ്ടപ്പെട്ട സ്ഥലം, എന്റെ ആളുകളുള്ള സ്ഥലം. ആ സ്ഥലത്തേക്ക് പോയി നിനക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാവും. ഈ വീഡിയോ നീയല്ലാതെ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി സത്യങ്ങൾ മനസ്സിലാക്കുക. മുതലാളി, എന്താണ് സത്യം? അതെവിടെ ഉള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത് നന്ദീശ. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ മുഖത്ത് വല്ലാത്തൊരു പേടി കാണുന്നുണ്ട്. അത്രമാത്രം എന്ത് സീക്രട്ട് ആയിരിക്കും അത്? അല്ല മുതലാളി, എനിക്ക് തോന്നുന്നത് എന്തോ ബിസിനസ്സിൽ പെട്ടുപോയിട്ട് സഹായത്തിനായിട്ട് വിളിക്കുന്ന ചേച്ചേ, ക്യാഷിന്റെയോ മറ്റോ കാര്യമായിരുന്നെങ്കിൽ അവൻ മരിച്ചതിന് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു മെസ്സേജിന് തീരെ സാധ്യതയില്ല. ഇത് വേറെന്തോ കാര്യമാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും മുതലാളി? നീ ഒരു കാര്യം ചെയ്തു നന്ദീശ, നീ ഇപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് ചെല്ലേ. എന്നിട്ട് അവന്റെ ഭാര്യയുടെ മക്കളോടും ചോദിക്കുക നമ്മളോട് എന്തെങ്കിലും പറയാൻ ഏൽപ്പിച്ചിരുന്നോ. അവർക്ക് അങ്ങനെയൊന്നും പറയാനില്ലെങ്കിൽ നീ അവന്റെ ബെഡ്റൂമും ചെക്ക് ചെയ്യും. ശരി മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. എന്തായിരിക്കും ആ സീക്രട്ട്? വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവൻ പറയുകയും ചെയ്തു. എന്തായിരിക്കും കാര്യം? തൃശ്ശൂർ എന്തിനാ ശിവാനിയുടെ പുറകെ നടക്കുന്നത്? ഡാഡിയോട് എന്താ ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചുറ്റി നടക്കാണല്ലോ. പൂ വരെ കൊണ്ട് കൊടുത്തു. ഇപ്പൊ അമ്പലത്തിൽ വരെ ഒന്നിച്ച് പോകാൻ തുടങ്ങി. അപ്പൊ അവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ശിവാനിയെ ഒരു ട്രിപ്പിന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കറങ്ങി നടന്നു. ആ ഹോട്ടലിൽ വെച്ചുള്ള സംസാരത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോ ഫിലിം ഡബിംഗ് ആണെന്നാ പറഞ്ഞ. അപ്പോ അവര് രണ്ടുപേരും എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ? എന്നോട് കള്ളം പറഞ്ഞാണോ? തൃശ്ശൂര് ശിവാനിയുടെ പുറകെ നടക്കുമായിരുന്നു. അവൻ ഓരോന്ന് ശിവാനിയോട് പറഞ്ഞ് എന്നിൽ നിന്ന് അകറ്റുവാണോ? നോ 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 നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ശിവാനി എന്നെ വിട്ട് ഒരിക്കലും എങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ശിവാനി എനിക്ക് വേണം. അവളിപ്പോ എവിടെയായിരിക്കും? വീട്ടിൽ തന്നെ ഉണ്ടാവായിരിക്കും. പോയി നോക്കാം. അവളോട് തന്നെ എല്ലാം നേരിട്ട് ചോദിക്കാം. എന്തു പറ്റി മാഡം? ആ പൂവിനോടുള്ള സ്നേഹമൊക്കെ മാഞ്ഞു പോയോ? മാഡം, വളരെ ഇഷ്ടമുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാ പിന്നെ ഇങ്ങനെ ഒരു ശ്മശാന മൂകതയുടെ കാര്യമില്ലല്ലോ, അല്ലേ? ഹലോ മാഡം, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നേ? ഓ
ഞാൻ ആ പൂവ് കൊടുത്തപ്പോ എന്തൊരു പുകിലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഫുൾ സൈലന്റ്. അപ്പോ ഇയാൾക്ക് എന്നോട് ലബ് തോന്നി തുടങ്ങിയല്ലേ? മാഡം, നിങ്ങൾ ആ പൂവെടുത്ത് നോക്കുമ്പോ ഞാൻ നിങ്ങളുടെ എതിരിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? മാഡം, എന്താ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുന്ന? എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേ. അല്ല, ആ പൂവ് എവിടെ? കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഭദ്രമായിട്ട് മുകളിൽ വെച്ചിട്ടുണ്ടാവല്ലേ? മാഡം, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും മാഡം. എന്താ മാഡം ഞാൻ കാണുന്നത്? മാഡം, നിങ്ങൾക്ക് ഈ പൂവ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തേ? തൃശൂൽ, അത് എന്താന്ന് വെച്ചാ മാഡം, ഇയാൾക്ക് ഞാൻ തന്നെ ഈ പൂവ് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ എന്നോടത് നേരിട്ട് തന്നെ പറയായിരുന്നില്ലേ? ഇയാൾക്ക് എന്നോട് ദേഷ്യമോ വെറുപ്പോ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ഡയറക്റ്റായി എന്നോട് തന്നെ അങ്ങ് തീർക്കായിരുന്നില്ലേ മാഡം? എന്നാലും ഞാനത് തന്നപ്പോ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ വാങ്ങിയതാ. കളിച്ച് ചിരിച്ചിരിക്കുന്ന മുഖം ഞാൻ കണ്ടതാ. ഞാനിവിടുന്ന് പോയപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണല്ലോ. നിങ്ങൾക്ക് വേണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എന്തിനാ വാങ്ങിച്ചേ? പറയും മാഡം. തൃശൂൽ, അത് മാഡം, ന്യായങ്ങൾ പറയാനാണെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഈ പൂവ് ഇങ്ങനെ നശിപ്പിച്ച് കളയില്ലായിരുന്നു. മാഡം, ഈ പൂവ് ഒന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ ആദ്യം വേറൊരു വഴി തെറ്റിപ്പോയി കറങ്ങി തിരിഞ്ഞ് പിന്നീട് എനിക്ക് കിട്ടിയൊരു പൂവാണിത്. ഞാനിതൊക്കെ എന്തിനാ ചെയ്തെന്നറിയോ? എന്നെ ഇയാൾ പ്രേമിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾക്ക് ഈ പൂവ് ഇഷ്ടമാ, ഇത് കണ്ട സന്തോഷാവുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ഈ പൂവ് ഇയാൾക്ക് തന്നപ്പോഴേ ഈ മുഖത്തൊരു സന്തോഷം കണ്ടതാ ഞാൻ. ആ സന്തോഷം കണ്ട് ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ? എല്ലാം വെറുതെ ആയല്ലോ. മനസ്സിൽ ഒരുപാട് വിഷമം തോന്നാ. തൃശൂൽ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതല്ല. അതെന്താ പറ്റിയെന്ന് വെച്ചാ? വേറെ എന്ത് പറ്റാനാ? എന്നോട് പെട്ടെന്ന് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. തൃശൂൽ, ഈ പൂവ് ഇങ്ങനെ നശിപ്പിച്ചത് ത്രിവിക്രമാണെന്ന് ഞാൻ നിന്നോട് എങ്ങനെ പറയും? അത് കേട്ട് കഴിഞ്ഞാ ത്രിവിക്രമനോട് നിനക്ക് വിരോധം തോന്നും. അവനോട് നിനക്ക് വല്ലാത്ത വിദ്വേഷം തോന്നില്ലേ? ഇതൊക്കെ നിന്നോട് പറഞ്ഞ് വീണ്ടും ഒരു കലഹം ഉണ്ടാക്കാൻ എനിക്കാവില്ല. ഞാനത് ചെയ്യില്ല. പറയും മാഡം, എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്നെ വേണ്ടാവുന്നൊരു കാരണം കൊണ്ട് മാത്രമല്ലേ ഈ പൂവ് ഇങ്ങനെ നശിപ്പിച്ച്? നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വിചാരിച്ച് തടയാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലേ? ആയിക്കോട്ടെ മാഡം, നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നെ അകറ്റിക്കോ. നിങ്ങൾ എന്നെ അകറ്റും തോറും ഞാൻ നിങ്ങളോട് അടുത്തുകൊണ്ടേയിരിക്കും. എന്റെ ശ്രമങ്ങൾ ഇനിയും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നെന്തായാലും സത്യമാ, ഇയാൾ എന്ത് ചെയ്താലും ഞാൻ ഈ സ്നേഹം നിർത്തില്ല. ശിവാനിക്കും ഈ തൃശ്ശൂരിനെ സ്നേഹിക്കാൻ ഒരു അവസരം വന്നിരിക്കും. അത് ഈശ്വരനെ കൊണ്ട് പോലും തടുക്കാനാവില്ല. നീ ഒരിക്കൽ എന്റേത് മാത്രമായി മാറും. നന്ദീശ, അവന്റെ വീട്ടുകാരെ കണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞു? ഇല്ല മുതലാളി, അവിടെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവന്റെ വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം. നീ അവന്റെ റൂം ചെക്ക് ചെയ്തില്ലേ? റൂമൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അവന്റെ ലാപ്ടോപ്പ് മാത്രമല്ല, ആ റൂമിലുള്ള സകലത് ഞാൻ ചെക്ക് ചെയ്തു. അരിച്ചു പറക്കി നോക്കിയിട്ടും ഒരു തുമ്പ് അവിടെ നിന്ന് കിട്ടിയില്ല. എവിടെ വെച്ച് കാണും അവനിത്? മുതലാളി, ആ രഹസ്യം എന്താണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റൂല്ലോ എന്ന് ഒന്ന് ഊഹിക്കെങ്കിലും ചെയ്യായിരുന്നു. അത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കില്ലേ അവൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്? അതൊക്കെ ശരിയാ മുതലാളി. ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾ തലയ്ക്ക് തീപിടിച്ച അവസ്ഥയായില്ലേ മുതലാളി? ചതിയാണെന്ന് വിചാരിക്കണ്ട. അത് ചിലപ്പോ നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള രക്ഷാകവചവുമായിരിക്കാം. അതെന്ത് രക്ഷാകവച? നന്ദീശ, നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം സാംബശിവൻ അറിഞ്ഞിട്ടുണ്ട്.
അവന് നാഗങ്ങളാൽ കൊല്ലപ്പെടുമെന്ന ഭയമുണ്ടായിട്ടും കൂടി രക്ഷപ്പെടാൻ ഒരു ശ്രമവും നടത്താതെ നമ്മളെ ഈ സീക്രട്ട് അറിയിക്കാൻ ശ്രമിച്ചത് എന്തിനായിരിക്കും? അതുകൊണ്ട് തന്നെ ഇതിലെന്തോ ഒരു നിഗൂഢതയുണ്ട്.